ഇവിടെയാണ് ഇതിനകത്താണ് ബോഡി കിടന്നിരുന്നത്. 5 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. 5 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ നാടിൽ നടക്കുന്ന ഒരു സംഭവവികാസമുണ്ടായി. ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ്, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. 4:15 മണിയോടുകൂടെ എന്നെ സമീപവാസികൾ ഈ വിവരം അറിയിക്കുകയും ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് സുരേഷ് എന്ന ആളുടെ ബോഡി വളരെ ദുസ്സഹനീയമായ രീതിയിൽ ചീഞ്ഞു നാറി കിടക്കുകയാണ് എനിക്കും പോലീസിനും കാണാൻ സാധിച്ചത്. ഇവിടെ നാട്ടുകാരുടെ CCTV ദൃശ്യങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പോൾ ഇവിടെ ഈ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രാത്രി 11 മണിയോടുകൂടി അദ്ദേഹം അവിടെ ആ മേഖലയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് 2 പയ്യന്മാർ 2 വീലർ വന്ന് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോയത്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സുരേഷിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അത് വളരെ ഒരു പൈശാചികമായ ഒരു പ്രവർത്തനമായി പോയെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സുരേഷ് ഇത് യഥാർത്ഥത്തിൽ ജന്മസ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ സ്ഥിരം താമസക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മസിദ്ധമായി ലഭിച്ച ഈ ഒരു സെൻറ്റ് സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഷെയറാണ്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒരു 9 മണിയോടുകൂടെ എന്നെ വന്ന് അദ്ദേഹം കാണുകയുണ്ടായി. ഞാൻ എൻ്റെ പാർട്ടി ഓഫീസിനോട് ഇരിക്കുമ്പോൾ എന്നെ വന്ന് അദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു 6-7 മാസം കൊണ്ട് ഇവിടെ കാണാനില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എവിടെ പോയിരുന്നു ചോദിച്ചു. എൻ്റെ അമ്മ വളരെ രോഗിയായ ചികിത്സയിൽ കഴിയുകയാണ്. ഞാൻ പണികളായിട്ട് 4-ാം ചിറയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്, അവിടെയായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് ഒരു 11-11:30 മണിയോട് കൂടെയാണ് ഈ ആക്സിഡൻറ്റ് നടക്കുന്നത്. അദ്ദേഹം ഈ പട്ടികളുമായിട്ടുള്ള സഹവാസം അല്പം ഉണ്ട്. പട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ പട്ടികൾക്കെന്തോ ഭക്ഷണം എന്തെങ്കിലും കൊടുത്തിട്ട് അയാൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ആ ദിശയിൽ വന്ന വാഹനം 2 വീലർ അദ്ദേഹത്തെ ഇടിക്കാൻ ഇടയുണ്ടായത്. 2 പേര് സഞ്ചരിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇന്നലത്തെ ഇൻക്വസ്റ്റിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്ത ഒരാളാണ്. പോലീസ് ഇൻക്വസ്റ്റിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്ത ഒരാളാണ്. ഓൺ ദ സ്പോട്ടിൽ മരണം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു ഇഞ്ചുറി ഞാൻ ആ ബോഡിക്കകത്ത് ഇന്നലെ കാണാൻ ഇടയായിട്ടില്ല. എന്നാലും ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പോലീസിൻ്റെയും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെയും പൊതുവായ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇതിനകത്ത് അയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വീടുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് അറിയാവുന്ന ആൾക്കാരായിരിക്കാം ഈ ആക്സിഡൻറ്റ് സംഭവിപ്പിച്ചത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ഇതിനകത്ത് കൊണ്ട് കയറ്റി കിടത്തിയിട്ട് അവർ സ്ഥലം വിട്ടത്. അപ്പോൾ നമ്മളെ പോലത്തെ പൊതുപ്രവർത്തകരെ പോലീസിനെ അറിയിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ അത് ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് ശനി കഴിഞ്ഞ് ചൊവ്വാഴ്ച ഒരു 4:15 മണിയോടെ എന്നെ ഇവിടുത്തെ ഈ വാർഡിൻ്റെ മെമ്പർ എന്ന രീതിയിൽ എന്നെ ഇവിടുത്തെ സമീപവാസികൾ അറിയിക്കുകയും ഞാൻ അപ്പോൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസും ഞാനും കൂടി ഇവിടെ വന്നപ്പോൾ വളരെ ദുസ്സഹനീയമായ അവസ്ഥയിൽ ബോഡി ചീഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പോലീസ് മറ്റേ ഡോഗ് സ്ക്വാഡിനെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിക്കുകയും ഇന്നലെ ഒരു 9:30 കൂടി പോലീസിൻ്റെ സർവ്വ മേഖലയുള്ള ആൾക്കാരും കൂടി വന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 4-ാം ചിറ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും അതിനുശേഷം ശാന്തി കവാടത്തിൽ സംസ്കരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഒരു കൂട്ടായ്മ, ഒരു സംഗമം അദ്ദേഹത്തിന് ഇവിടെ ഇല്ല. അപ്പോൾ 2 ദിവസം കണ്ടില്ലെങ്കിലും ആരും 2 ദിവസം കണ്ടില്ലെങ്കിൽ തന്നെയും ആരും അന്വേഷിക്കാറില്ല. ഈ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരുടെ ബന്ധുക്കളെ വീടുകളിലെല്ലാം പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോലും ബന്ധുക്കൾ തയ്യാറായിട്ടില്ല. ഞാനാണ് ആദ്യമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് എൻ്റെ മൊഴി അനുസരിച്ചാണ് FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ജോലി ചെയ്യുന്ന ആളാണ്? പുള്ളി വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഈ മരപ്പണി ചെയ്യുന്ന ആളാണ്. അതെ. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയൊന്നുമില്ല? ഭാര്യ മക്കൾ വർഷങ്ങൾ മുമ്പായിട്ട് അകന്ന് താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ ഇപ്പോൾ 4-5 ഉള്ളൂ. അവർ രോഗാവസ്ഥയിലുള്ള ക്ഷീണതയാണ്.